സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോമ്പിനേഷൻസ് വിത്ത് റെപ്പറ്റീഷൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ വി ഡിസ്ട്രിബ്യൂട്ട് 7 bananas and 6 oranges among 4 kids so that they will receive at least 1 banana? ഇപ്പം നമുക്ക് 4 കിഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 2 3 4. They must receive അറ്റ്ലീസ്റ്റ് എ ബനാന. അതൊരു ഷോർ കണ്ടീഷനാണ്. ആൻഡ് റിപ്പീറ്റഡ്ലി അവർക്ക് എത്ര വേണോ ബനാന, ബാക്കിയുള്ള 3 ബനാനാസ് ഉണ്ടല്ലോ, അത് നമുക്ക് എത്ര വേണോ ഈ 4 പിള്ളേരായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ 3 ബനാനാസ് we can distribute among the 4 kids in the following way. n is equal to 4 because കിഡ്സിൻ്റെ നമ്പർ 4 ആണ് ആൻഡ് r is equal to 3. അപ്പം കിഡ്സിൻ്റെ നമ്പർ 4 ആണ്, ബനാനാസ് 3 ആണ്. എന്തുകൊണ്ടാണ് 3 ആവുന്നത്? ബിക്കോസ് നമ്മൾ 7 എണ്ണത്തിൽ 4 എണ്ണം ഓൾറെഡി എല്ലാ കുട്ടികൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വി ക്യാൻ റൈറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബനാനാസ് ആസ് n പ്ലസ് r മൈനസ് 1 c r. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4 പ്ലസ് 3 മൈനസ് 1 c3. അതെന്ന് പറയുമ്പോഴത്തേന് 20 നമുക്ക് വരും. അടുത്തത് നോക്കിക്കേ, ഓറഞ്ചസിന് നമുക്ക് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? ലൈക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 6 ഓറഞ്ചസിനെയും നമുക്ക് n is equal to 4, r is equal to 6 ആക്കാം. ദാറ്റ്സ് നത്തിങ് ബട്ട് 4 പ്ലസ് 6 മൈനസ് 1 c 6, 84. ഇങ്ങനെയാണ് നമ്മൾ റെപ്പിറ്റീഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിനെ സോൾവ് ചെയ്യുന്നതും. റെപ്പറ്റീഷൻ്റെ കാര്യം വരുമ്പം നമുക്ക് യൂഷ്വലി ചോദിക്കുന്നൊരു ചോദ്യം ഇൻറ്റീജർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ സൊല്യൂഷൻസിൻ്റെയാണ്. യൂഷ്വലി ഇഫ് വി ആർ ബീൻ ഗിവൺ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് xn is equal to r. അതായത് നമ്മുടെ നമ്പർ ഓഫ് ടേംസിനെയാണ്. n will give you the number of terms and r will give the RHS. അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനനുസരിച്ച് ഇഫ് ഇറ്റ് ഈസ് xi is greater than or equal to 0 and if I is less than or equal to 1 less than or equal to n, ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റെപ്പറ്റീഷൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് n പ്ലസ് r മൈനസ് 1 c r. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ദ ഇൻറ്റീജർ സൊല്യൂഷൻസ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താണ് ക്വസ്റ്റിന് കൊടുത്തേക്കുന്നത്? xi എന്ന് പറഞ്ഞേക്കുന്നത്, അല്ലെ x1 x2 x3 എല്ലാം ഗ്രേറ്റർ ദാൻ 0 അല്ല, ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു മേക്ക് ദീസ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് വേരിയബിൾസ് y1 y2 and y3 such a way that y1 y2 y3 is greater than or equal to 0. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എക്സിനെ എങ്ങനെ എനിക്ക് റീഫ്രേസ് ചെയ്യാൻ പറ്റും? x1 എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് y1 പ്ലസ് 1. എന്തുകൊണ്ടാണ്? കാരണം y1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് തന്നെ y1 പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. x2 എന്ന് പറയുന്നത് എന്താണ്? y2 പ്ലസ് 1 ആണ്. y2 പ്ലസ് 1. x3 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് y3 പ്ലസ് 1. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയെന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ദിസ് ഈക്വേഷൻ. y1 plus 1 plus y2 plus 1 plus y3 plus 1 is equal to 17. y1 plus y2 plus y3 is equal to 17 minus 3, that's nothing but 14. നിങ്ങൾക്കിപ്പോൾ കിട്ടിയല്ലോ. What is my n here? My n is the number of terms, 3. What is my r here? 14. So I can write it as for my solution, I can write it as 3 plus 14 minus 1 c 14. That's nothing but 16c14. അങ്ങനെ എനിക്ക് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജർ സൊല്യൂഷൻസ് ഫോർ ദി ഈക്വേഷൻ കിട്ടും. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും സോൾവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് യു നീഡ് ടു ചെക്ക് വെദർ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ യു നീഡ് ടു ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻ സച്ച് എ വേ. Next question.
Determine the number of integral solutions for the following equation, that is x1, x2, x3 plus x4 is equal to 32. ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്ന ഫസ്റ്റ് കേസിലെ കണ്ടീഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ this one, xi is greater than or equal to 0 and 1 less than or equal to I less than or equal to 4. ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇത് is there, this is there. Hence, we can use our formula n plus r minus 1 cr. What is my value of n? Is the number of terms. Sorry. It's the number of terms, that is 4. What is my r's value? It is 32. So, I can find out the answer as 32, 4 plus 32 minus 1 c 32. That is nothing but 35 c 32. അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടാം. ഇനി ഇപ്പോൾ അടുത്ത് നമുക്ക് നമ്മളുടെ സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇഫ് എക്സ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ 0? ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് കൊടുത്തേക്കുന്നത്. വാട്ട് ഇഫ് എക്സ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ 0? ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എക്സ് ഐ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കേസ് വി ആർ സബ്ട്രാക്ടിങ് അല്ലേ? ദാറ്റ് മീൻസ് ദാറ്റ് x1 ഈക്വൽ ടു 0 അല്ല, x2 ഈക്വൽ ടു 0 അല്ല, x3 ഈക്വൽ ടു 0 അല്ല, ആൻഡ് x4 is also not equal to 0. My total solution was 32, right? അപ്പം ഇതിൽ നിന്ന് ഓരോന്ന് വെച്ച് നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ബി മൈ സൊല്യൂഷൻ? ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് 32 മൈനസ് 4. കാരണം ഓരോ സൊല്യൂഷനും നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. ദാറ്റ്സ് നത്തിങ് ബട്ട് 28. സോ മൈ ന്യൂ ആർ വിൽ ബി 28. My n will be 4 and r will be 28. എന്തുകൊണ്ട് 28 വന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4 plus 28 minus 1 c 28. That is nothing but it will be 31 c 28. Right? Okay. ഇനി ഇപ്പോൾ അടുത്ത നമ്മുടെ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഐ is greater than or equal to 8. So, my next part. xi greater than or equal to 8 ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? What we have to do is, we need to introduce few variables. That is y1, y2, y3 and y4. നമ്മൾ നേരത്തെ പഠിച്ച അതേ സ്റ്റെപ്പാണ്, which is greater than or equal to 0. So that I can write my x1 as y1 plus 8, x2 as y2 plus 8, x3 as y3 plus 8 and x4 as y4 plus 8. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? y1 plus 8 plus y2 plus 8 plus y3 plus 8 plus y4 plus 8 is equal to 32. എൻ്റെ മെയിൻ ഈക്വേഷനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ therefore y1 plus y2 plus y3 plus y4 is equal to 32 minus 32 and that is nothing but 0. അപ്പം ഇവിടെ എൻ്റെ r എന്താവും? എൻ്റെ n is nothing but 4 തന്നെയാണ്, r എന്താണ്? 0 ആണ്. So I can rewrite it as 4 plus 0 minus 1 c0, 3c0. That's nothing but 1. Okay? ഇനി അടുത്തത് നമ്മളുടെ ലാസ്റ്റ് പാർട്ട്. നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്താണ്? ഇഫ് എക്സ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിനെ ഡീൽ ചെയ്ത് ഹൗ ടു ഡീൽ വിത്ത് നെഗറ്റീവ് നമ്പേഴ്സ്. ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. അഗൈൻ ഡു ദ സെയിം തിങ്. y1, y2, y3, y4 is greater than or equal to 0 and xi is equal to y1 minus 2. അല്ല ഓക്കെ അങ്ങനെ എഴുതാം. ആൻഡ് x2 is equal to y2 minus 2. x3 is equal to y3 minus 2. x4 is equal to y4 minus 2. എല്ലാം കൂടി നമ്മുടെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y3 plus y4 is equal to 32 plus 8. That's nothing but it will be 40. റൈറ്റ്? അപ്പോൾ 40 ആകുമ്പോഴത്തേനും എങ്ങനെയാണ്? എൻ്റെ n is equal to 4, r is equal to 40. I can write it as 4 plus 40 minus 1 c 40.
43C40. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ഇൻറ്റഗ്രൽ സൊല്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.